സമ്മറിലെ പ്രധാന വിനോദങ്ങളിലൊന്നാണ് ഫിഷിംഗ്. നോർത്ത് വെയിൽസിലെ ബെൻലക്കിലാണ് സാധാരണ ഞങ്ങൾ പോകാറുള്ളത്. ഈ തവണ സമ്മറിലെ ആരംഭത്തിൽ തന്നെ നല്ല ചൂട് കൂടിയ ഒരു ദിവസം നോക്കി നോർത്ത് വെയിൽസിൽ പോയി ഞങ്ങൾ മീൻ പിടിച്ചതിൻ്റെ കുറേ ദൃശ്യങ്ങളാണ്. സാധാരണയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഈ തവണ ചെന്നപ്പോൾ അവിടെ കയറാനുള്ള പെർമിഷനും കാര്യങ്ങളിലൊക്കെ എന്തോ മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ പബ്ലിക്കിന് ഇപ്പോൾ അലൗഡ് അല്ല, അതുകൊണ്ട് വേറെ ഏരിയയിലൂടെ കറങ്ങി തിരിഞ്ഞ് പോകണമെന്ന്. പണ്ടൊക്കെ പോകുമ്പോൾ അവിടെ വണ്ടി കയറ്റിയിട്ട് പാർക്ക് ചെയ്യാനും ഒരു 10 പൗണ്ട് കൊടുത്ത് ഒരു ദിവസം മുഴുവൻ പാർക്ക് ചെയ്യാവുന്ന ഒരു കാരവൻ പാർക്കിംഗ് ഏരിയ ആയിരുന്നു. ഇപ്പോൾ അതെന്തുകൊണ്ടോ കാരണങ്ങൾ കൊണ്ട് അവരത് മാറ്റി. അതിനുശേഷം അങ്ങോട്ടേക്ക് നമ്മൾ സാധാരണ മീൻ പിടിക്കാൻ പോകുന്ന സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് കുറേ ദൂരം ചുറ്റി കറങ്ങി പോകേണ്ട അവസ്ഥ വന്നു. എന്താണെങ്കിലും ഞങ്ങൾ സ്ഥിരം പോകുന്ന സ്ഥലമായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടുത്തെ സ്ഥലമൊക്കെ പരിചയമുള്ളതുകൊണ്ടും ഞങ്ങൾ വേറെ വഴിയിലൂടെ ചുറ്റിക്കറങ്ങിയാണ് പോകുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ പോകുന്ന സ്ഥലമാണെങ്കിലും ഓരോ തവണ ചെല്ലുമ്പോഴും ആ സ്ഥലത്തിന് കാണാനുള്ള മനോഹരത കൂടി വരിക കേട്ടോ. ബെൻലക്ക് ശരിക്കും വളരെ മനോഹരമായ വെയിൽസിൻ്റെ ഒരു ഭാഗമാണ്. എല്ലാ തവണയും വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ പലരും ചോദിക്കും, നിങ്ങൾ പോകുന്ന സ്ഥലം ഏതാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര മീൻ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമല്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഹൈ ടൈഡും ലോ ടൈഡും നോക്കി ഹൈ ടൈഡിനുള്ള ഒരു അരമണിക്കൂർ മുമ്പായിട്ട് ചെന്ന് നമ്മൾ ഫിഷിങ് ആരംഭിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് മീൻ കിട്ടും. പിന്നെ രണ്ടാമത്തെ പ്രധാന ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കടലിൻ്റെ ഒരു സ്ഥിതി കൂടി നമ്മൾ മനസ്സിലാക്കണം. നല്ല തിരയുള്ള സമയമാണെങ്കിൽ നമുക്ക് മീൻ കിട്ടാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഒരു 15 ഡിഗ്രിക്ക് മുകളിലേക്കെങ്കിലും ചൂടുണ്ടെങ്കിലാണ് മീനുകൾ ഈ കരയോടടുത്ത് വരുള്ളൂ എന്നാണ് പറയുന്നത്. ഞങ്ങൾ കൂടുതലായും പിടിക്കുന്നത് ഇംഗ്ലീഷ് മാക്രൽ എന്നറിയപ്പെടുന്ന നമ്മുടെ നാട്ടിലെ അയല പോലുള്ള ഒരു മീനാണ്. ശരിക്കും അയലയുടെ തന്നെ മറ്റൊരു വേഗവാദമാണത്. ചില സമയത്ത് നമുക്ക് ഒറ്റ എയറിൽ 4-5 മീനൊക്കെ അതിൽ ഹുക്ക് ചെയ്ത് കയറി വരാറുണ്ട്. ചില സമയങ്ങളിൽ ഒരെണ്ണമൊക്കെ കിട്ടും.
അത് മീനുകൾ കൂട്ടത്തോടെ വരുന്നതിനെ ബേസ് ചെയ്താണ് കിട്ടുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഒറ്റ ഏറിൽ 6 മീനായിരുന്നു. അത് നമ്മുടെ കൂടെയുള്ള റോയ്സൻ ചേട്ടനാണ് കിട്ടിയത്. അങ്ങനെ ഹൈ ടൈഡിന് ശേഷം ലോ ടൈഡും കൂടെ കഴിഞ്ഞ് തിര ശരിക്കും വെള്ളം താഴേക്ക് ഇറങ്ങിപ്പോവും. ഏകദേശം 10-12 അടിയോളം ഹൈറ്റിൽ കടൽ താഴേക്ക് ഇറങ്ങിപ്പോവും. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് മനസ്സിലാകുകയുള്ളൂ. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴേക്കും ചൂടും കൂടുതലായി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇരിക്കാൻ സ്ഥലമില്ല. കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ടെൻ്റൊക്കെ ആയിട്ടാണ് പോയതെങ്കിലും ടെൻറ്റിനുള്ളിൽ പോലും ഇരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട് കാരണങ്ങളായിപ്പോയി. അങ്ങനെ നോക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു ഗ്യാപ്പ് കിട്ടിയത്. ഒരു പാറയുടെ വിടവ്, നല്ല മനോഹരമായിട്ട് പ്രകൃതി ഒരുക്കി വെച്ചേക്കുന്ന ഒരു ഇരിപ്പിടം. അങ്ങനെ അതിൻ്റെ ഉള്ളിലിറങ്ങി ഞങ്ങൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ അവിടെ റെസ്റ്റ് എടുത്തു. സുഖമായിട്ട് കിടക്കാനുള്ള സൗകര്യം പോലെ പാറയുടെ ഒരു തട്ട്, വെള്ളം ഇറങ്ങിപ്പോയൊരു ഭാഗമാണത്. പക്ഷേ ഭയങ്കര സുഖമായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. നല്ല AC റൂമിനുള്ളിലിരിക്കും പോലുള്ള തണുപ്പും അത്യാവശ്യം തണലുള്ളൊരു സ്ഥലവും എല്ലാം കൂടി. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് അത്യാവശ്യം ഭക്ഷണമൊക്കെ കഴിച്ച് 1-2 ബീറൊക്കെ അടിച്ച് അങ്ങനെ അടുത്ത ഹൈ ടൈഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അടുത്ത ഹൈ ടൈഡ് കാണിച്ചിരിക്കുന്നത് വൈകുന്നേരം 7 മണിക്കായിരുന്നു. അങ്ങനെ ഉച്ച മുതൽ വൈകിട്ട് ഒരു 3-4 മണിക്കൂറോളം അവിടെ കിടന്ന് ഒരു ഉറക്കവും ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് കഴിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീണ്ടും ഹൈ ടൈഡ് ആകുമ്പോഴേക്കും ഹൈ ടൈഡിന് ഒരു അരമണിക്കൂർ മുമ്പ് മുതൽ നമ്മൾ വീണ്ടും ഫിഷിങ് ആരംഭിക്കും. അങ്ങനെ ആരംഭിച്ചാലാണ് നമുക്ക് കൃത്യമായിട്ട് മീൻ കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളത്. തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് മാറി നിന്ന് സമാധാനമായിട്ട് കൂട്ടുകാരുടെ കൂടെയും ഫാമിലിയുടെ കൂടെയൊക്കെ ഇങ്ങനെ ഒന്ന് പുറത്ത് പോയി സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും കൂടുതൽ യാത്രകൾ ചെയ്യാനും കൂടുതൽ ജോലി ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഉന്മേഷം കിട്ടുന്നത്. അതിന് പറ്റിയൊരു സ്ഥലമാട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽസ്. നമ്മൾ വെയിൽസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു എനർജിയാണ് കിട്ടുന്നത്. ഒരു പോസിറ്റീവ് വൈബ് എല്ലാം അവിടെ. മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും കടലും മലനിരകളും കടൽ തീരങ്ങളും ബീച്ചുകളും അങ്ങനെ എല്ലാം കൂടി ചേർന്ന് മനോഹരമായൊരു യൂറോപ്യൻ ഭംഗിയുള്ള സ്ഥലമാണ് വെയിൽസ്. എനിക്ക് എപ്പോൾ പോയാലും വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന സ്ഥലമാണ് വെയിൽസ്. ഓരോ തവണ ചെല്ലുമ്പോഴും വെയിൽസിൻ്റെ ഭംഗി കൂടി വരുന്നതായിട്ടാണ് തോന്നിയേക്കുന്നത്. അങ്ങനെ വെയിലൊന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈകുന്നേരത്തെ ഹൈ ടൈഡിനുള്ള ടൈമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 7:15 ഹൈ ടൈഡ് കാണിച്ചതെങ്കിലും ഒരു 6-6:45 ആകുമ്പോഴേക്കും നമുക്ക് ഫിഷിങ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം ഹൈ ടൈഡിൻ്റെ ടൈമിൽ കടലിലെ വെള്ളം മുകളിലേക്ക് ഉയർന്ന് പയ്യെ വരികയാണ്. ആ സമയത്ത് ഉൾക്കടലിൽ നിന്നും മീനുകൾ ഉള്ളിൽ പുറത്തേക്ക് വരുമെന്നാണ് പറയുന്നത്. അതിന് ബേസ് ചെയ്താണ് ടൈഡിനെ ബേസ് ചെയ്ത് മീൻ പിടിക്കാമെന്ന് പറയുന്നത് തന്നെ. ഞങ്ങൾ രണ്ടാമത്തെ ഹൈ ടൈഡിൻ്റെ ടൈം സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഒരുപാട് ആളുകൾ വന്നു കേട്ടോ. നമ്മുടെ വെയിൽസിലുള്ള അവിടുത്തെ സ്വദേശികളായിട്ടുള്ളവർ, മലയാളികളായിട്ടുള്ളവർ, അല്ലാതെ പല ഭാഗത്തുനിന്ന് UK സ്ഥലത്ത് നിന്ന് മീൻ പിടിക്കാൻ വന്നേക്കുന്നവരൊക്കെ ആയിട്ട് പലരും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ബെല്ലനക്കരി, ഈ ചൂണ്ടയിടുന്ന ഈ ഒരു ഏരിയ. കാരണം വളരെ സേഫായിട്ട്, പാറക്കെട്ടുകളാണ് എന്നാലും വളരെ സേഫായിട്ട് നിന്ന് മീൻ പിടിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതുപോലെ ഫാമിലിയായിട്ട് ആളുകൾ വരുന്നു. അങ്ങനെ പല ആളുകളും അവിടെ വന്ന് ടെൻ്റ് അടിച്ച് താമസിച്ച് രാത്രിയൊക്കെ മീൻ പിടിക്കുന്നു. അതിൻ്റെ തൊട്ട് മുകളിൽ തന്നെ ഇഷ്ടംപോലെ നമുക്ക് ക്യാമ്പിങ്ങിനുള്ള സ്ഥലങ്ങളുണ്ട്. അതൊക്കെ പ്രീ ബുക്ക് ചെയ്താൽ നമുക്ക് ക്യാമ്പിങ് ചെയ്യാനുള്ള ഓപ്ഷനുള്ള സ്ഥലം കൂടിയാണ് അവിടെ. അങ്ങനെ വൈകുന്നേരത്തോടു കൂടി ധാരാളം ആളുകൾ മീൻ പിടിക്കാൻ വരികയും ഒരുപാട് ആളുകൾക്ക് മീൻ കിട്ടുകയും ഞങ്ങൾ രാവിലെ പോയതിൻ്റെ കാരണം കൊണ്ട് മടുത്തിരുന്നു. അതുകൊണ്ട് ഞങ്ങളൊരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങളുടെ മീൻ പിടുത്തം അവസാനിപ്പിച്ചു. ഏകദേശം ഞങ്ങൾക്കൊരു 10-18 കിലോയോളം മീൻ കിട്ടി കേട്ടോ. ഞങ്ങൾക്ക് 5 പേർക്ക് കൂടി 18 കിലോ മീൻ വീതിച്ചെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നമുക്ക് വേണ്ട മീൻ കിട്ടി. അങ്ങനെ ഇന്നത്തെ ഫിഷിങ് അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. ഫാമിലി ആയിട്ടൊരു 1 ഡേ ട്രിപ്പായിട്ടൊക്കെ പോകാൻ പറ്റുന്ന മനോഹരമായിട്ടൊരു സ്ഥലമായിട്ടാണ് ഞാനിതിന് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും വീഡിയോയിൽ കാണാം, പല സ്ഥലങ്ങളും പരിചയപ്പെടുത്താം. വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.